പ്രിയ മുൻ സൈനികരെ, ഗുരുതുല്യരെ, ഞാൻ ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവായി തന്നെയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, 75 വർഷക്കാലം ഏതു സർക്കാർ ഭരിച്ചാലും നമ്മൾ കാണാൻ സാധിച്ചത് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയക്കാരുടെ തീർവാഴ്ചയാണ്. ഇതിനെതിരെ ഒരു പ്രതിഷേധ ശബ്ദം ആവശ്യമാണെന്ന്, അത് സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാൻ അർഹതയുള്ള വർഗം സേവനം മാത്രം കാഴ്ചവെച്ച വിമുക്തഭടന്മാരാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി രൂപവൽക്കരിച്ചത്. ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരോടും വിനയപൂർവ്വം പറയട്ടെ, ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ മാറ്റിവെക്കുന്നു. കൊല്ലത്ത് പ്രദീപ് കുമാർ, കോഴിക്കോട് അരവിന്ദാക്ഷൻ നായർ MK, കണ്ണൂർ ശ്രീ രാമചന്ദ്രൻ ബാവിലേരി. ഇവരെല്ലാവരും മത്സരിക്കുന്നത് വജ്ര ചിഹ്നത്തിലാണ്. ആയതിനാൽ നിങ്ങളുടെ വജ്രം മൂലമുള്ള വോട്ട് ഈ ചിഹ്നത്തിൽ നൽകിക്കൊണ്ട് ഈ ജനാധിപത്യ സംസ്കാരത്തിന് പുതിയ കാൽവെപ്പ് ഈ കേരളത്തിലെ മണ്ണിൽ നിന്നുണ്ടാകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. രാധാകൃഷ്ണൻ സാർ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു എക്സർവിസ്മെൻ എന്ന നിലയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ട്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഈ പൊളിറ്റിക്സിൽ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത്, ജീവിക്കാൻ കാശ് വേണം, അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കണമെന്നല്ല, നല്ല രീതിയിൽ ജനങ്ങളോടൊപ്പം ജീവിക്കണം. സർ, ഈ OROP വിഷയത്തിൽ ശ്രീ NK പ്രേമേന്ദ്രൻ സാറിനും നിങ്ങൾ മെമ്മോറണ്ടം കൊടുത്തിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. എന്തെങ്കിലും ഈ കാര്യം പുള്ളി ഡൽഹിയിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 543 MP-മാർക്കും ഇതളൊരു മെമ്മോറണ്ടം കൊടുത്തു. ആരും അതിൽ കൊടുത്തതായിട്ട് വന്നു കഴിഞ്ഞിട്ട്, അതായത് പാർലമെന്റിൽ അവതരിപ്പിച്ചതായിട്ട് യാതൊരു അറിവുമില്ല. അതുതന്നെയാണ് നമ്മളോടുള്ള അവഗണനയുടെ മുഖ്യ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് സത്യമല്ലേ. അതൊക്കെ തന്നെയാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉടലെടുക്കാനും ഇന്ന് ഇത്രയേറെ വിമുക്തഭടന്മാർ അതിൽ വന്നു കഴിഞ്ഞിട്ട് എല്ലാവിധ സപ്പോർട്ടും തന്നുകൊണ്ട് ചേരുന്നതിന് കാരണം അത് ഒന്ന് തന്നെയാണ്. ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഓൾ ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിന് BJP എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു കാരണമാണ്. അത് 100%. നിങ്ങൾക്ക് ഈ കേന്ദ്ര സർക്കാരിനോടുള്ള ആവശ്യം എന്താണ്? ഈ എക്സർവീസ്മാന് ഉള്ള ആവശ്യം എന്താണ്? ആവശ്യം ഒത്തിരിയുണ്ട്. 1973 മുതലുള്ള ഞങ്ങളുടെ പെൻഷൻ 70% നിന്നും 20% വെട്ടിക്കുറച്ചിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു ജവാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സൈനികൻ എന്ന് പറയുന്നത് എത്ര മണിക്കൂർ? 8 മണിക്കൂറല്ല ജോലി ചെയ്യുന്നത്, 16 മണിക്കൂറല്ല, 24 മണിക്കൂർ ജോലിയാണ്. ഒരാഴ്ചയിൽ 6 ദിവസമല്ല, 7 ദിവസവും ജോലിയാണ്. അങ്ങനെ ചെയ്യുന്ന ആ ഒരു പട്ടാളക്കാരന് സവിശേഷ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതിന് പകരം മറ്റ് രാഷ്ട്രങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ എന്ത് ചെയ്ത്, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ള കാരണം കാണിച്ചുകൊണ്ട് തന്നെ 20% അവരുടെ പെൻഷനിൽ നിന്ന് വെട്ടിക്കുറച്ചപ്പോൾ മുതൽ ഈ OROP 1 കൂടി കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുണ്ടായില്ല. ഇതിനിടയ്ക്ക് ഹോഷിയാറി കമ്മിറ്റി അവിടെ രൂപീകരിച്ച് അതിന്റെ റിപ്പോർട്ട് വെളിയിൽ വന്നിട്ട് അത് ഇന്ന് വരെ വെളിച്ചം കണ്ടിട്ടില്ല. ചുരുക്കത്തിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനോട് ഇപ്പോഴുള്ള ആവശ്യം എന്താണ്? അത് ആവശ്യം വർഷങ്ങളായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആവശ്യങ്ങൾ വർഷങ്ങളായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ OROP 1 അതിലുണ്ടായിരുന്ന അനാലിസിസ്, അതായത് അതിന്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് സെക്കൻഡിനകത്ത് വന്നു. അതിൻ്റെ അകത്ത് അർഹതയില്ലാത്ത ഓഫീസേഴ്സ് കടന്നു വന്ന് OROP അവർ തട്ടിയെടുക്കുക ചെയ്തത്. അതിലേക്കാണ് അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം. പിന്നെ MSP, പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഓരോരോ പെൻഷൻ്റെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ട് വിധവാ പെൻഷൻ, എന്തുവേണ്ട എല്ലാ ആനുകൂല്യങ്ങളിലും. ഇപ്പം അറിയാൻ കഴിഞ്ഞത് 3 അംഗ കമ്മീഷനിൽ വന്നു കഴിഞ്ഞിട്ട് ഇരുത്തണം എന്നുള്ള ഞങ്ങളൊരു ആവശ്യം ഉണ്ടായിരുന്നു. അവർ കണ്ടുപിടിക്കട്ടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലയോ എന്നറിയാൻ. റിട്ടയർഡ് ജഡ്ജിമാരും 3 അംഗങ്ങളെ ഇരുത്തിയിട്ട് അതിൽ വന്നു കഴിഞ്ഞിട്ട് അവർ 2 മാസവും 3 മാസം കൊണ്ടോ അവർ അതിൻ്റെതായിട്ടുള്ള പൂർത്തീകരണം നടത്തി ആ കമ്മിറ്റിയെ വന്നു കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ എന്താ നടത്തുന്നുള്ളത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
പക്ഷെ അതിന് വന്ന് ആരും തയ്യാറായില്ല. നിങ്ങളുടെ ആവശ്യം വളരെ സിമ്പിളായിട്ട് നോർമലായിട്ടുള്ള കാര്യമാണ്. ഇത് സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരൊക്കെയോ ഭയക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. സത്യം അത് തന്നെയാണ്. അതായത് ഇവിടെ ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന പലരും ഇതിനെ ഭയക്കുന്നുണ്ട്. സത്യാവസ്ഥ വെളിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലതും മുഖം മറച്ച് ഉള്ളിൽ ഇരിക്കേണ്ടി വരും. താങ്കൾ ജയന്ത് എന്ന സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു. എല്ലാം നല്ലതായി തന്നെ ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.